Welcome. Solid state. Section 7. Magnetic properties of solids. ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 50. Give reasons for the magnetic moment of electron. ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: ദർ ആർ 2 റീസൺസ്. 2 കാരണങ്ങൾ ഉണ്ട്. ഒന്ന്, ഓർബിറ്റൽ മോഷൻ ഓഫ് ഇലക്ട്രോൺ എറൗണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്. ഇതിനെ ഓർബിറ്റൽ മോഷൻ എന്നാണ് വിളിക്കുന്നത്. 2, സ്പിൻ മോഷൻ ഓഫ് ഇലക്ട്രോൺ എറൗണ്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. ഇലക്ട്രോണുകൾ സ്വയം കറങ്ങുന്നുണ്ട്. ഭൂമി സ്വയം കറങ്ങുന്നത് പോലെ തന്നെ ഇലക്ട്രോണും സ്വയം കറങ്ങുന്നുണ്ട്. ഇതിനെ സ്പിൻ മോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും ആണ് ഇലക്ട്രോണിന് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉണ്ടാകാൻ കാരണങ്ങൾ. ക്ലിയർ ആയല്ലോ? ഓർബിറ്റൽ മോഷനും സ്പിൻ മോഷനും. നോട്ട് എഴുതിയെടുക്കണം. ഇനി അടുത്ത ചോദ്യം 51. Give the classification of substances based on magnetic properties. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് അനുസരിച്ച് പദാർത്ഥങ്ങളെ എങ്ങനെയെല്ലാം തരം തിരിച്ചിരിക്കുന്നു? ഉത്തരം പറയുകയാണ്. There are 5 types. 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1, പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. 2, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. 3, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. 4, ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. 5, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. കിട്ടിയല്ലോ? ഓർക്കാൻ ഒരു ട്രിക്ക്. ആദ്യത്തെ ലെറ്ററുകൾ എടുക്കുക. PDF. PDF അല്ലേ? PDF പിന്നെ AF. അപ്പോൾ PDF AF, PDF AF, PDF AF. P എന്ന് പറഞ്ഞാൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. D എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. F എന്ന് പറഞ്ഞാൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ഇനി AF, ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്, ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. PDF AF, PDF AF. കിട്ടിയല്ലോ? ഇനി ഓരോരുത്തരെ കുറിച്ച് ചർച്ച ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 52. റൈറ്റ് എ നോട്ട് ഓൺ പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസിനെ കുറിച്ച് ചർച്ച ചെയ്യുക. ആദ്യത്തെ പോയിന്റ്: സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ വീക്ക്ലി അട്രാക്റ്റഡ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ആർ നോൺ ആസ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വളരെ വീക്കായിട്ട് ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളെയാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് എന്ന് പറയുന്നത്. അതായത് മാഗ്നറ്റ് ഇത്തരം പദാർത്ഥങ്ങളെ ചെറുതായിട്ട് മാത്രമേ ആകർഷിക്കൂ. അടുത്ത പോയിന്റ്: പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് കണ്ടെയ്ൻ എ ഫ്യൂ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്. പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസിൽ വളരെ കുറച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കൂ. അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ. പെയ്ഡ് ആയിരിക്കില്ല, ജോഡിയായിട്ട് നിൽക്കില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഇലക്ട്രോൺ എന്നുള്ള അർത്ഥത്തിലാണ് അൺപെയ്ഡ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ഇവരുടെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കുറവായിരിക്കും. സോ ദെയർ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഈസ് ലോ. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് കുറവാണ്.
അടുത്ത പോയിന്റ്, they lose magnetic properties when the magnet is removed. മാഗ്നറ്റ് റിമൂവ് ചെയ്താൽ ഇത്തരം പദാർത്ഥങ്ങളുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. മാഗ്നറ്റിൻ്റെ പ്രസൻസിൽ മാത്രമേ ഇവർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കൂ. മാഗ്നറ്റ് റിമൂവ് ചെയ്താൽ ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അടുത്ത പോയിന്റ്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസിന് ഉദാഹരണങ്ങൾ. O2, ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഓക്സിജൻ മോളിക്യൂൾ പാരാമാഗ്നറ്റിക് ആണ്. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻ പൈ സ്റ്റാർ 2px ഓർബിറ്റൽ ആൻഡ് പൈ സ്റ്റാർ 2py ഓർബിറ്റൽ. നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചിട്ടുണ്ട്. അതിൽ ഓക്സിജൻ പാരാമാഗ്നറ്റിക് ആവാനുള്ള കാരണം വിശദീകരിക്കുന്നുണ്ട്. മറ്റ് എക്സാമ്പിൾസ് നോക്കൂ. Cu+2, Fe+3, പിന്നെ Cr+3. ഇതൊക്കെ പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ മാഗ്നറ്റ് വീക്കായിട്ട് ആകർഷിക്കുന്ന പദാർത്ഥങ്ങളാണ് പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. കുറച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഇതിൽ ഉണ്ടായിരിക്കൂ. ഇവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് കുറവാണ്. മാഗ്നറ്റ് മാറ്റിയാൽ ഇവരുടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഇനി 1-2 എക്സാമ്പിൾസ് പഠിക്കണം, നോട്ട് എഴുതിയെടുക്കണം. ഓക്കെ, ശരി, അടുത്തത് നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. പോയിന്റുകൾ നോക്കാം. സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആർ നോൺ ആസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്നും വികർഷിക്കപ്പെടുന്ന, ചെറുതായിട്ട് വികർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. അപ്പോൾ സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ വീക്ക്ലി റിപ്പൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ആർ നോൺ ആസ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. അടുത്ത പോയിന്റ്, ദേ കണ്ടെയ്ൻ പെയേർഡ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എല്ലാം പെയേർഡ് ആയിരിക്കും, ജോഡികളായിട്ടാണ് നിൽക്കുന്നത്. സോ ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 0. അതുകൊണ്ട് ഇവരുടെ മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആണ്. ഇവർക്ക് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കില്ല. അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നാൽ മാത്രമേ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കൂ. എക്സാമ്പിൾ, വാട്ടർ, സോഡിയം ക്ലോറൈഡ്, ബെൻസീൻ. ഇതൊക്കെ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് ആണ്. പോയിന്റ്സ് എഴുതിയെടുക്കാം. മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ചെറുതായിട്ട് റിപ്പൽ ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ദേ കണ്ടെയ്ൻ പെയർഡ് ഇലക്ട്രോൺസ്. ദെയർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 0. എക്സാമ്പിൾസ് നോക്കൂ. ഓക്കെ, 2 കഴിഞ്ഞു. അടുത്തത് നോക്കുക. റൈറ്റ് എ നോട്ട് ഓൺ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. അടുത്ത പോയിന്റ് നോക്കാം. സബ്സ്റ്റാൻസസ് ദാറ്റ് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ഇൻ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ആർ നോൺ ആസ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. കംപ്ലീറ്റ്. Substances that are strongly attracted into a magnetic field are known as ferromagnetic substances. അതായത് മാഗ്നറ്റ് ശക്തിയായി ആകർഷിക്കുന്ന പദാർത്ഥങ്ങളാണ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. അടുത്ത പോയിന്റ്, ഫെറോമാഗ്നറ്റിസം ഈസ് ആൻ എക്സ്ട്രീം കേസ് ഓഫ് പാരാമാഗ്നറ്റിസം. പാരാമാഗ്നറ്റിസം എന്ന് പറയുമ്പോൾ 1-2 അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസിൽ ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് പാരാമാഗ്നറ്റിസം മൂത്തതാണ് ഫെറോമാഗ്നറ്റിസം. തമാശയ്ക്ക് അങ്ങനെ പറയാം, പാരാമാഗ്നറ്റിസം മൂത്തതാണ് ഫെറോമാഗ്നറ്റിസം. അപ്പോൾ പാരാമാഗ്നറ്റിസം കൂടി വന്നാൽ അതെന്തായിട്ട് മാറി? ഫെറോമാഗ്നറ്റിസം ആയിട്ട് മാറും. ഇതിൽ ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസ് ആണെങ്കിൽ വളരെ കുറച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ഉണ്ടായിരിക്കൂ.
അടുത്ത പോയിന്റ് ഇത് തന്നെയാണ്. ദേ കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺസ്, സോ ദെയർ മാഗ്നറ്റിക് മൊമെന്റ് ഈസ് ഹൈ. മാഗ്നറ്റിക് മൊമെന്റ് കൂടുതലാണ്. അടുത്ത പോയിന്റ്, ദേ റീറ്റെയിൻ ദ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഈവൻ വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. മാഗ്നറ്റ് മാറ്റിയാലും ലഭിച്ച കാന്തിക ശക്തി നിലനിർത്താൻ ഇതിന് കഴിവുണ്ട്. അപ്പോൾ മാഗ്നറ്റ് വെച്ചാൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ഈ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നിലനിർത്താൻ ഇവർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് പെർമനൻ്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് ആണ് ഉപയോഗിക്കുന്നത്. സോ ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻ്റ് മാഗ്നറ്റ്സ്. എക്സാമ്പിൾ അയേൺ, കൊബാൾട്ട്, നിക്കൽ, ഗാഡോലിനിയം, GD, പിന്നെ CrO2, ക്രോമിയത്തിൻ്റെ ഡയോക്സൈഡ് CrO2. ഇതെല്ലാം ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് ആണ്. അപ്പോൾ പാരാമാഗ്നറ്റിസത്തിൻ്റെ എക്സ്ട്രീം കേസാണ് ഫെറോ മാഗ്നറ്റിസം. ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. മാഗ്നറ്റ് ഇവരെ ശക്തിയായിട്ട് ആകർഷിക്കും. മാഗ്നറ്റിക് മൊമെൻറ്റ് കൂടുതലാണ്. ദേ റിറ്റെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഈവൻ വെൻ ദ മാഗ്നറ്റ് ഈസ് റിമൂവ്ഡ്, സോ ദേ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനൻ്റ് മാഗ്നറ്റ്സ്. പിന്നെ 1-2 എക്സാമ്പിൾ അയേൺ, കൊബാൾട്ട്, നിക്കൽ ഇതെല്ലാം പഠിച്ചു വയ്ക്കും. ഒരു ചിത്രം കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. ഉണ്ടോ? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. 1, 2, 3, 4, 5, 6 ഒരേ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്സ്. ഒരേ ദിശയിലാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ അലൈൻഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ. In ferromagnetic substances, magnetic moments are aligned in the same direction. ഉണ്ടോ? എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ്. ഒരുപാട് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ട്. എല്ലാവരും ഒരേ ഡയറക്ഷനിലാണ്. ഇതിനെ മൊത്തത്തിൽ ഒരു ഡൊമൈൻ എന്ന് പറയാം. മാഗ്നറ്റിക് ഡൊമൈൻ എന്ന് പറയാം. ഒരേ ഡയറക്ഷനിൽ നിൽക്കുന്ന അൺപെയ്ഡ് ഇലക്ട്രോൺസ്. ഇത്രയും ഭാഗത്തിനെ ഒരു ഡൊമൈൻ എന്ന് പറയാം. ഡൊമൈൻ. അപ്പോൾ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് എങ്ങനെയാണ്? ഒരേ ഡയറക്ഷനിലാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ചിത്രം കണ്ടാൽ മറക്കരുത്, ഇത് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു മാഗ്നറ്റിക് മൂവ്മെൻറ്റിൻ്റെ വിപരീതമാണ് അടുത്ത മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. ഒന്ന് മേലേക്ക്, ഒന്ന് താഴേക്ക്. ഇവൻ മേലേക്ക്, ഇവൻ താഴേക്ക്. ഇവൻ മേലേക്ക്, ഇവൻ താഴേക്ക്. അപ്പോൾ എന്താണ് സംഭവിക്കുക? നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഈസ് 0. അല്ലേ? അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ബട്ട് നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഈസ് 0 ഇൻ ദീസ് സബ്സ്റ്റാൻസസ്. കാരണം എന്താണ്? In these substances, magnetic moments, magnetic moments cancel each other. ഇത്തരം പദാർത്ഥങ്ങളിൽ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. സോ നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഈസ് 0. അല്ലേ? ഒരുത്തൻ മറ്റൊരുത്തന് പാരയാണ്. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് പരസ്പരം ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ നല്ല ഭാഷയിൽ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, വേണമെങ്കിൽ അങ്ങനെ നോക്കാം. Substances in which oppositely oriented domains cancel out each other's magnetic moments. ഡൊമൈനുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓരോ ഡൊമൈനും മാഗ്നറ്റിക് മൊമെൻറ്റ്സിനെ പരസ്പരം ക്യാൻസൽ ചെയ്യും. അതിനേക്കാൾ എളുപ്പമുള്ള സെൻറ്റൻസാണ് ഇത്. ഇത് പഠിച്ചാലും മതി. ഓക്കെ, എക്സാമ്പിൾ മാംഗനീസിൻ്റെ ഓക്സൈഡുകളാണ്. MnO, MnO2. ഇത് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ് ആണ്. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ബട്ട് ദേ ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ ചിത്രം വരച്ചാൽ മതി. ഓക്കെ, ഒരെണ്ണം കൂടെയുണ്ട്. ഏതാണ്? ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ഫെറി സ്പെല്ലിംഗ് നോക്കണം.
ഫെറിയാണ്. ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ഫെറി മാഗ്നറ്റിക് ആണ്. ഇതിലെ ചിത്രം നോക്കൂ. ഒരു മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇത് മേലേക്കാണ്, പിന്നെ 2 എണ്ണം താഴേക്കാണ്, പിന്നെ 1 എണ്ണം മേലേക്ക്, പിന്നെ 2 എണ്ണം താഴേക്ക്. ഇവിടെ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഈക്വൽ നമ്പറാണ്. മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് അൺഈക്വൽ നമ്പറാണ്. 1 എണ്ണം മേലേക്കാണെങ്കിൽ 2 എണ്ണം താഴേക്കാണ്, പിന്നെ 1 എണ്ണം മേലേക്ക്, 2 എണ്ണം താഴേക്ക്. So magnetic moments are oriented in opposite direction in unequal numbers. We expect high magnetic moment. വലിയ വാല്യൂ നമ്മൾ പ്രതീക്ഷിക്കും. But actually we get a small net magnetic moment. വലിയ വാല്യൂ പ്രതീക്ഷിച്ചാലും നമുക്ക് വളരെ ചെറിയ വാല്യൂ മാത്രമേ കിട്ടൂ. ഇത്തരം പദാർത്ഥങ്ങളാണ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. പോയിന്റ് ഒന്ന് വായിക്കാം. ചിത്രം നോക്കണം. സബ്സ്റ്റാൻസസ് അല്ലേ, എക്സ്പെക്റ്റഡ് ടു പൊസസ് ലാർജ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. വലിയ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. ബട്ട് ആക്ച്വലി പൊസസ് എ സ്മോൾ നെറ്റ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്. വളരെ കുറച്ച് മാഗ്നറ്റിക് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. ആർ നോൺ ആസ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. എക്സാമ്പിൾ Fe3O4. ഇതിനെ മാഗ്നറ്റൈറ്റ് എന്നാണ് വിളിക്കുക. പിന്നെ ഫെറൈറ്റുകളാണ് എക്സാമ്പിൾ. ഫെറൈറ്റിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Mg(Fe2O4). ഇതിനെ മഗ്നീഷ്യം ഫെറൈറ്റ് എന്ന് വിളിക്കും. Zn(Fe2O4). സിങ്ക് ഫെറൈറ്റ്. മഗ്നീഷ്യം ഫെറൈറ്റും സിങ്ക് ഫെറൈറ്റും. ഇതിലെ പ്രത്യേകത, ഇൻ ദീസ് സബ്സ്റ്റാൻസസ് മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് ആർ അലൈൻഡ് ഓപ്പോസിറ്റ്ലി. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഓപ്പോസിറ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇൻ അൺഈക്വൽ നമ്പേഴ്സ്. അൺഈക്വൽ നമ്പറാണ്. 1 എണ്ണം മേലേക്കാണെങ്കിൽ 2 എണ്ണം താഴേക്ക്, പിന്നെ 1 എണ്ണം മേലേക്ക്, പിന്നെ 2 എണ്ണം താഴേക്ക്. അപ്പോൾ അൺഈക്വൽ നമ്പറാണ്, ഈക്വൽ നമ്പർ അല്ല. മറ്റൊരു ഭാഷയിൽ എഴുതിയിട്ടുണ്ട്, ഇതും കൂടെ വായിക്കാം. സബ്സ്റ്റാൻസസ് ഇൻ വിച്ച് ദ മാഗ്നറ്റിക് മൊമെൻറ്റ്സ് ഓഫ് ദി ഡൊമൈൻസിലാണ് മാഗ്നറ്റിക് മൊമെൻറ്റ് കാണുന്നത്, ആർ അലൈൻഡ് ഇൻ പാരലൽ ആൻഡ് ആൻറ്റി പാരലൽ ഡയറക്ഷൻസ് ഇൻ അൺഈക്വൽ നമ്പേഴ്സ്. ഈ സെൻറ്റൻസ് പ്രയാസമാണ്, ഇത് പഠിച്ചാലും മതി. ഓക്കെ. അപ്പോൾ ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസിൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ്സ് ആർ അലൈൻഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബട്ട് ഇൻ അൺഈക്വൽ നമ്പേഴ്സ്. We expect large magnetic moment, but actually we get a small net magnetic moment. Example Fe3O4. പിന്നെ ഫെറൈറ്റുകൾ, മഗ്നീഷ്യം ഫെറൈറ്റ്, സിങ്ക് ഫെറൈറ്റ് തുടങ്ങിയവയാണ് എക്സാമ്പിൾസ്. അപ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി അനുസരിച്ച് 5 തരം സോളിഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? PDF, AF, പാരാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്, ഡയാമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്, ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്, ലാസ്റ്റ് ഏതാണ്? ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റാൻസസ്. ഒരു ചോദ്യം കൂടെ കാണാം. 57. What happens to ferro, antiferro and ferrimagnetic substances when they are heated? ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസും ആൻറ്റിഫെറോമാഗ്നറ്റിക് സബ്സ്റ്റാൻസും ഫെറിമാഗ്നറ്റിക് സബ്സ്റ്റാൻസും ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? They become paramagnetic due to randomization of spins. അപ്പോൾ അവർ പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. അതിൻ്റെ കാരണം കൂടെ പറഞ്ഞെന്ന് മാത്രം. ഡ്യൂ ടു റാൻഡമൈസേഷൻ ഓഫ് സ്പിന്നിൻ്റെ റാൻഡമൈസേഷൻ കാരണം. ഫെറോ ആയാലും ആൻറ്റിഫെറോ ആയാലും ഫെറി ആയാലും അവസാനം അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറും. കാരണം കുറച്ച് അൺപെയ്ഡ് ഇലക്ട്രോൺസ് മാത്രമേ ബാക്കി വരൂ. അത് സ്പിന്നിൻ്റെ റാൻഡമൈസേഷൻ കാരണമാണ്. ഇതോടുകൂടി സോളിഡ് സ്റ്റേറ്റ് എന്നുള്ള ചാപ്റ്റർ തീർന്നു. വളരെ എളുപ്പത്തിൽ തിയറി മാത്രം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുത്തത്. ഇനി ഓരോ ചാപ്റ്ററിൻ്റെയും ക്വസ്റ്റ്യൻസ് നമ്മൾ കാണണം, ആൻസർ ചെയ്യണം. എന്നാലേ ഇത് പെർഫെക്റ്റ് ആവും. പ്രോബ്ലംസ് ചെയ്യണം. അത് മറ്റൊരു ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.